ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട്ടെ 2 LIC ബ്രാഞ്ചുകൾക്ക് മുന്നിലും പ്രതീകാത്മക മനുഷ്യ ചങ്ങല തീർത്തു. 68 വർഷം മുമ്പ് 1956 ഈ ദിവസമാണ് ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന 245 സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഓർഡിനൻസ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ചതിവിന്റെയും വഞ്ചനയുടെയും വൻ ചൂഷണ കേന്ദ്രങ്ങളായിരുന്നു ഈ സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ. ജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന ധനം ജനോപകാരപ്രദമാകണമെന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഉപോൽപ്പന്നമാണ് LIC ഓഫ് ഇന്ത്യ എന്ന പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനം. ഇൻഷുറൻസ് പ്രീമിയം ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം സുരക്ഷിതമായി അവർക്ക് തിരിച്ചു നൽകുക. ഇത്തരത്തിൽ അവരിൽ നിന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ സമാഹരിക്കുന്ന പണം ജനങ്ങളുടെ ക്ഷേമത്തിനും രാജ്യത്തിന്റെ വികസനത്തിനുമായി പ്രയോജനപ്പെടുത്തുക എന്ന ദൗത്യമാണ് സർക്കാർ അന്ന് പ്രധാനമായും ഈ സ്ഥാപനത്തെ ഏൽപ്പിച്ചത്. ദേശവിദേശ മൂലധന ശക്തികളുടെ പിൻബലത്തോടെ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് ഇൻഷുറൻസ് വിപണനത്തിനായി 2000 ആണ്ടോടെ കടന്നുവന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഒന്നിച്ച് പരിശ്രമിച്ചിട്ടും ഇന്നും 60 മുതൽ 65% വരെ കമ്പോള വിഹിതം LICയുടേത് മാത്രമാണ്. ഈ അവസരത്തിലാണ് മൂലധന താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് കേന്ദ്ര സർക്കാരും ഈ മേഖലയെ നിയന്ത്രിക്കുന്ന സർക്കാരിന്റെ ഏജൻസിയായ IRDAയും പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ 2024 ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഈ മേഖലയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് ഗുണകരവും പൊതുമേഖലാ കമ്പനികളെ ക്ഷീണിപ്പിക്കാൻ ഉതകുന്നതുമാണ്. അത് ജനങ്ങളുടെ താൽപര്യത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഗുണകരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മേഖലയെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശസാൽക്കരണ ദിനത്തിന്റെ പ്രത്യേകത വിളിച്ചോതിക്കൊണ്ട് ഇന്ത്യയിലൊട്ടാകെ വിവിധ പരിപാടികൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തൃശൂർ, പാലക്കാട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന LIC തൃശൂർ ഡിവിഷനിൽ കീഴിലെ എല്ലാ LIC ഓഫീസുകൾക്ക് മുമ്പിലും പ്രതീകാത്മകമായി ഇൻഷുറൻസ് സംരക്ഷണ ചങ്ങല തീർക്കുന്നതിന്റെ ഭാഗമായാണ് പാലക്കാട് പട്ടണത്തിൽ 2 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടത്. LICയിലെ റീഫയലിംഗ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 റീഫയലിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. റീഫയലിംഗ് കഴിഞ്ഞ ശേഷം പുതിയ പ്ലാനുകളൊക്കെ വരുമ്പോൾ ഏകദേശം 40 ദിവസത്തിന് മേലെ ആയിട്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി ആ 40 ദിവസത്തിനകത്ത് LICയെക്കാളും SBI ലൈഫിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായി LIC എന്ന് പറയുന്ന ഏറ്റവും ലാഭത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഈ LICയെ താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി തയ്യാറാകുന്ന മാനേജ്മെൻറ്റും സർക്കാരും തയ്യാറാകുകയാണ്. അതിൻ്റെ ഫലമായി LIC ജീവനക്കാരും LIC ഏജൻറ്റുമാരും LIC സ്നേഹിക്കുന്ന പോളിസി ഉടമകളും സാധാരണക്കാരും മറ്റിതര ജനവിഭാഗങ്ങളെല്ലാം തന്നെ ചേർത്തിണക്കിക്കൊണ്ട് ഇന്ന് LICയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ബേസിൽ തന്നെ ഇന്നത്തെ ഉച്ചയ്ക്ക് 1:30 മുതൽ ഏകദേശം 2 മണി വരെയുള്ള സമയത്തിനകത്ത് ആ ദൈർഘ്യത്തിനകത്ത് ഈ തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.